നമസ്കാരം. കേരളത്തിൽ സമാരംഭിച്ചിരിക്കുന്ന ഹിന്ദു മഹാസംഗമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹിന്ദു സംഗമങ്ങളുടെ അനിവാര്യത എന്താണ്, സനാതനധർമ്മത്തിൻ്റെ കാലിക പ്രസക്തി എന്താണ് എന്നുറക്കെ ചിന്തിക്കേണ്ട സമയം സമാഗതമായിരിക്കുകയാണ്. ഹിന്ദു സംഗമങ്ങൾ കേരളത്തിൻ്റെ സ്വത്വബോധത്തിൻ്റെ പുനരാവിഷ്കാരമാണ് നടത്തുന്നത്. ഹൈന്ദവ മൂല്യങ്ങളെ അരക്കിട്ടുറപ്പിക്കാനാണ് കേരളത്തിലെ നവോത്ഥാന നായകന്മാർ ശ്രമിച്ചത്. അത് അയ്യാ വൈകുണ്ഠസ്വാമിയാണെങ്കിലും അയ്യങ്കാളിയാണെങ്കിലും ചട്ടമ്പിസ്വാമിയാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ഈ ഹൈന്ദവ മൂല്യങ്ങളെ ജാതിക്കതീതമായി അരക്കിട്ടുറപ്പിക്കുക എന്ന ഉദ്ദേശമാണ് ചെയ്തത്. ഇപ്പോൾ അയ്യാ വൈകുണ്ഠസ്വാമി എടുക്കൂ. അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമി നാഗർകോവിൽ, കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിൽ പ്രദേശമാണ്. അദ്ദേഹം ഈ പിന്നോക്ക ജനവിഭാഗങ്ങൾ പന കയറുന്ന ഒരു സമുദായം, നാടാർ വിഭാഗം, അവരെ ജാതിയിൽ ഏറ്റവും നികൃഷ്ടരായി കണക്കാക്കിയ മുന്നോക്ക ജനവിഭാഗം, ക്ഷേത്രപ്രവേശനമില്ല, അവർക്ക് വേണ്ടി പതികൾ സ്ഥാപിച്ചു കൊടുത്ത ഈ അയ്യാ വൈകുണ്ഠസ്വാമി അദ്ദേഹം എന്താ ചെയ്ത്? തലപ്പാവ് ധരിച്ചു, ചന്ദന തിലകം തൊട്ടു. അന്നത്തെ കാലത്ത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഇതിനൊന്നും സ്വാതന്ത്ര്യമില്ല. അപ്പം ഹിന്ദു ബിംബങ്ങളെ തങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അയ്യാ വൈകുണ്ഠസ്വാമി ശ്രമിച്ചത്. അവർക്ക് വേണ്ടി ഈ സ്ഥാപിച്ച പതികളിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്തു. പൊതുകിണറുകൾ സ്ഥാപിച്ചു, മുന്തിരിക്കിണർ എന്ന പേരിൽ പൊതുകിണറുകൾ സ്ഥാപിച്ചു. ഇങ്ങനെയുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഒടുവിലാണ് മതം മാറിപ്പോകുന്ന ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടി നാടാർ വിഭാഗത്തിൽ വലിയ കൊഴിഞ്ഞുപോക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്വസമുദായത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടി അയ്യാ വൈകുണ്ഠസ്വാമിയുടെ പരിശ്രമങ്ങൾ, അയ്യാ വൈകുണ്ഠസ്വാമിയെ അവതാരമായിട്ടാണ് കാണുന്നത്, ഈശ്വരൻ്റെ അവതാരമായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിലൂടെ ഇത്തരം പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വലിയ ഐക്യവും വലിയ ഹിന്ദുത്വ അഭിമാനവും ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പം നാരായണ ഗുരുദേവൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എന്താണ്? ഈഴവ വിഭാഗത്തിൽ നിന്ന് വ്യാപകമായ മതമാറ്റം നടക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹം ക്ഷേത്രപ്രതിഷ്ഠകൾ നടക്കുന്നത്. 1888 അരുവിപ്പുറത്ത് ശിവരാത്രി നാളിൽ അദ്ദേഹം ശങ്കരൻകുഴി എന്ന് പറയുന്ന നെയ്യാറിൻ്റെ അഗാധതയിൽ നിന്ന് ഒരു ശില മുങ്ങിയെടുത്തിട്ട് അത് നിറകണ്ണുകളോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിന്ന് ആ അർദ്ധരാത്രിയിൽ ഒരു ശിലാഖണ്ഡത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജാതി രാക്ഷസന്റെ വക്ഷസിൽ നടത്തിയ ലിംഗപ്രതിഷ്ഠ എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. അവിടെ ഹിന്ദു ബിംബമാണ് നാരായണ ഗുരുദേവൻ ഉപയോഗിക്കുന്നത്. അദ്ദേഹം തുടർന്ന് എത്രയെത്ര പ്രതിഷ്ഠകൾ നടത്തി, എത്രയെത്ര ദേവതാ സ്തുതികൾ അദ്ദേഹം എഴുതി. അദ്ദേഹം ഒരു തികഞ്ഞ കവിയായിരുന്നു നാരായണ ഗുരുദേവൻ. ഇത് മാത്രമല്ല, ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചു ശിവഗിരിക്കുന്നിൽ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുമ്പോൾ വിദ്യാദേവതയായ ശാരദയെ പ്രതിഷ്ഠിക്കുകയാണ് നാരായണ ഗുരുദേവൻ. മതം മാറിപ്പോയ ഈഴവരെ, നെയ്യാറ്റിൻകരയൊക്കെ ഈഴവ സമുദായം കാര്യമായി മതം മാറിപ്പോയപ്പോൾ നാരായണ ഗുരുദേവൻ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് അങ്ങനെ മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവന്നു. അയ്യങ്കാളി തൻ്റെ നിറനെറ്റിയിൽ ചന്ദനക്കുറിയും തിളങ്ങുന്ന തലപ്പാവും ധരിച്ചാണ് വില്ലുകൊണ്ട് യാത്ര നടത്തിയത്. ഹിന്ദുത്വ ബിംബങ്ങളെയാണ് വാരിപ്പുണർന്നത്. വെള്ളിക്കര ചോതി എന്ന് പറയുന്ന പുലയ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി മതം മാറിപ്പോയപ്പോൾ അയ്യങ്കാളി നേരിട്ടെത്തി മിഷൻ പ്രവർത്തകരുമായി സംവാദത്തിലേർപ്പെട്ട് വെള്ളിക്കര ചോതിയെ വീണ്ടും ഹിന്ദുവാക്കുകയാണ്. ഇങ്ങനെ ഹിന്ദുത്വത്തെ ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു അയ്യങ്കാളിയാണെങ്കിലും ചട്ടമ്പിസ്വാമിയാണെങ്കിലും നാരായണ ഗുരുദേവനാണെങ്കിലും അയ്യാ വൈകുണ്ഠസ്വാമിയാണെങ്കിലും നടത്തിയത്. അപ്പോൾ ഹിന്ദു മഹാസംഗമങ്ങൾ എന്ന് പറഞ്ഞാൽ ജാത്യതീതമായ ഹിന്ദുവിൻ്റെ ഉണർത്തെഴുന്നേൽപ്പിൻ്റെ ലക്ഷണമാണ്.